ഭയങ്കര ഒരു സീരിയസ് അഴിമതിന്റെ കേസാണ്. അപ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സി എം ആറിൽ നിന്ന് നൽകാത്ത സേവനത്തിന് കോടികൾ വാങ്ങിയതിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ SFIO കോടതിയിൽ കുറ്റപത്രം നൽകി. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ തുകയുടെ സാമ്പത്തിക ക്രമക്കേട് 2.7 കോടി. സ്വന്തമായും സ്വന്തം കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിലും 5 ലക്ഷവും 3 ലക്ഷവും വീതം 3 വർഷം വാങ്ങിയത് മാസപ്പടിയല്ലെങ്കിൽ പിന്നെ എന്താണ്? കേവലം രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറഞ്ഞ് എങ്ങനെ തള്ളാനാവും? ക്രമരഹിത സഹായം കിട്ടാൻ CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ പണത്തിന് മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമില്ലേ? എന്തിനും ഏതിനും ധാർമ്മികത പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ കൈകൾ ശുദ്ധമാണെന്ന് 2 കൈയും ഉയർത്തി ഇനി എങ്ങനെ പറയാനാകും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ B ജയരാജ്, വസന്ത് തെങ്ങുംപള്ളി, ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ CPM-ൽ നിന്ന് ന്യായീകരണം എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ പകപോക്കൽ. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കുറ്റപത്രം നൽകിയത് പിണറായി വിജയനെ കളങ്കപ്പെടുത്താനാണ്, പാർട്ടിയെ മോശമാക്കി ചിത്രീകരിക്കാനാണ് എന്ന്. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നതിന് മുൻപ് തന്നെ ഈ കുറ്റപത്രം തയ്യാറായതാണ്. അത് ഡൽഹി ഹൈക്കോടതിയിലെ ചില സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നീണ്ടുപോയത്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തതോടുകൂടി കുറ്റപത്രം നൽകി എന്നുള്ള സാധാരണ പ്രക്രിയയാണ് നടന്നത്. അല്ലാതെ പാർട്ടി കോൺഗ്രസുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇതിനെ എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശദീകരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് ആദ്യഘട്ടം മുതൽ ശ്രീ മഞ്ജുഷ് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM എല്ലായ്പ്പോഴും ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും ഇതിൽ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടാകാനുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യവുമില്ല എന്നുമാണ് ആദ്യം മുതൽ തന്നെ CPM പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതിന്റെ വാർത്ത പുറത്തു വരുന്ന സമയത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഒരു വിശദീകരണം ഇറക്കുന്നത്. ആ സമയത്ത് അതിൽ പറയുന്നുണ്ടായിരുന്നു 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന്. പിന്നീട് ശ്രീ MV ഗോവിന്ദൻ അതേ വാദങ്ങൾ തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കേട്ടു. അതുകൂടാതെ നിരവധിയായിട്ടുള്ള വാദഗതികൾ നമ്മൾ കേട്ടിരുന്നു. ഉദാഹരണത്തിന് ഈ സുതാര്യതയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു സാമ്പത്തിക ഇടപാട് മുഴുവനും ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്, അല്ലാതെ ഇത് കള്ളപ്പണമല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് വേണ്ടുന്ന രീതിയിലേക്കുള്ള ടാക്സ്, GST ഇതൊക്കെ തന്നെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി പ്രോപ്പർ ചാനലിൽ കൂടി നടത്തിയിരിക്കുന്ന സുതാര്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ 2 കമ്പനികൾക്കും പരാതിയില്ല എങ്കിൽ പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് എന്തിനാണ് പരാതി എന്ന് പറഞ്ഞിരുന്നു. വീണ വിജയന്റെ ഭാഗം കേട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് മുഖ്യമന്ത്രി തന്നെ സഭയ്ക്കുള്ളിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ വീണയുടെ അമ്മ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം അത് കോടതികളിലേക്ക് പോയിരുന്ന സമയത്ത് വിജിലൻസ് കോടതി അതിനെ നിരാകരിക്കുന്ന സമയത്ത്, ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അതിനെ ആഘോഷിച്ചിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി ഈ വിജിലൻസ് കോടതിയുടെ തീരുമാനത്തിന് മുകളിലുള്ള ഒരു അപ്പീൽ എന്ന നിലയ്ക്ക് അഴിമതി നിരോധന നിയമം നിലനിൽക്കേണ്ടതില്ല എന്ന് കണ്ടുകൊണ്ട് വീണ്ടും വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. വിജിലൻസ് കോടതിയുടെ ആ ഒരു നടപടി ശരിയാണ് എന്ന അർത്ഥത്തിൽ ഒരു കണ്ടെത്തൽ നടത്തി. അതൊരു തുരുപ്പുചീട്ടായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. ആ സംഭവം ഇപ്പോൾ പല കോടതികൾ പോലും തള്ളിക്കളഞ്ഞതാണല്ലോ എന്ന് പറയുന്നത് വിജിലൻസ് അന്വേഷണത്തെ കുറിച്ചാണ്. വിജിലൻസ് അന്വേഷണം നടന്നിട്ടും ഈ കേസിൽ വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രം കോൺഗ്രസ് അതിനുവേണ്ടി ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിൽ അന്വേഷണം വേണ്ടത് സ്വാഭാവികമായിട്ടും SFIO പോലെയുള്ള ഏജൻസികളുടെ, അത് കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു സീരിയസ് ഫ്രോഡ് കൂടിയാണല്ലോ. അതിനാൽ അത്തരമൊരു അന്വേഷണമാണ് വേണ്ടത്. ആ അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിനെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി CMRL പല വഴികളും നോക്കി. എക്സാലോജിക്ക്, വീണ ഇവരെല്ലാം അവരുടേതായ രീതിയിൽ കർണാടക ഹൈക്കോടതി മുതൽ ഈ പ്രയത്നം തുടർന്നു വന്നതാണ്. പക്ഷേ അതല്ലായിരുന്നു നോക്കേണ്ടത്. ഇവിടെ CPM പ്രതിരോധം തീർക്കുന്നത് വിജിലൻസ് അന്വേഷണത്തെ ചോദ്യം ചെയ്ത് വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഇതിൽ ഇടപെട്ട് ഇവിടെ എതിരായിട്ടൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നാണ്. പക്ഷേ അവിടെ കർണാടക ഹൈക്കോടതിയുടെ വിധി മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ SFIO അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഉത്തരവുകൾ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ആ ഉത്തരവുകൾ മാത്രമല്ല മഞ്ജുഷ്, നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന ആദ്യത്തേത് ഒരു കണ്ടെത്തൽ, ഒരു ഫൈൻഡിങ്ങും ഒരു ഓർഡറുമായിരുന്നു. അത് വന്നിരുന്നത് ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ
വിധിയായിരുന്നു, അവരുടെ ഓർഡർ ആയിരുന്നു. അതല്ലാതെ ഇപ്പോഴും CPM-ന്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ അത് അവരുടെ ഒരു ആരോപണമായിരുന്നില്ല, മറിച്ച് അവരുടെ കണ്ടെത്തലാണ്. അവരെ മതിയായ പരിശോധനകൾ നടത്തിയതാണ്. ഈ പരിശോധനകൾ ഒന്നും തന്നെ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഇതിലൊരു എക്സംഷൻ വേണം, ഈ ടാക്സിന്റെ പരിധിയിലേക്ക് ഇതിന് എക്സംഷൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തന്നെയാണ്, ഈ കമ്പനി തന്നെയാണ് ഇൻകം ടാക്സിനെ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചത്. അതിന് പുറത്താണ് ഇത് പണത്തിന്റെ സോഴ്സും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ പോയതും ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ കൊടുത്തിരിക്കുന്ന പണം കമ്പനിയുടെ ദൈനംദിന ചെലവുമായിട്ട് കരുതാൻ കഴിയില്ല എന്ന്, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റ് ടാക്സ് ഒക്കെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന കണ്ടെത്തൽ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലായിരുന്നു. അതിനെ ഇന്നും ആരോപണമെന്ന് പറയുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലുണ്ട്, കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ SFIയുടെ കുറ്റപത്രം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ പാരലായിട്ട് കേരളത്തിന് പുറത്തുള്ള സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഒരേപോലെ തന്നെയാണ്. കേരളത്തിലുള്ള സംവിധാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഇവിടെ വിവിധ കോടതികൾ ഇന്ന രീതിയിൽ കണ്ടെത്തി, മറ്റു രീതിയിൽ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് CPM-ന്റെ പല ആൾക്കാരും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഒരൊറ്റ ചോദ്യമാണ് ഈ പറയുന്ന CPM-കാരോട് ചോദിക്കാനുള്ളത്. വീണയ്ക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഈ കമ്പനിക്ക് പണം നൽകേണ്ടുന്ന കാര്യം എന്താണ്? കർത്ത എന്തിനാണ് ആ രീതിയിലത്തേക്ക് പണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ മുഖ്യമന്ത്രിയുടെ ബന്ധുത്വമാണ് എന്നുള്ളത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഇനീഷ്യലുമായി ബന്ധപ്പെട്ട ഈ തുണ്ടുകടലാസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിനും പണം കൊടുത്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതാണ്. അത് ഈ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇതിനെ സ്ഥിരീകരിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് മുഖ്യമന്ത്രി നേരിട്ടും അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ട്രാൻസാക്ഷനെയും വിശദീകരിക്കേണ്ടുന്ന കാര്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് 1,70,00,000 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 2,70,00,000 രൂപയാകുമ്പോൾ ഈ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന പണം അതെവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഈ കർത്ത തന്നെ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്പനി, അതാണിപ്പോ ഈ സഹോദര സ്ഥാപനം എന്നൊക്കെ പറയുന്നത്, ആ കമ്പനിയിൽ നിന്ന് മുതലും കൊടുക്കണ്ട പലിശയും കൊടുക്കണ്ട എന്ന കണ്ടീഷനിലാണോ ഈ പണം വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മകൾക്ക് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കർത്ത എന്തിനാണ് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുന്നത്? കാരണം ആ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് സഹായം കിട്ടേണ്ടതാണ്. കാരണം അവരുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഇൽമനേറ്റ് ആണല്ലോ. അത് കിട്ടുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നം വേണ്ടി വരും. അതിന് വളരെയധികം നിയമ തടസ്സങ്ങളുണ്ട്. അത് മറികടക്കണം. ഇതൊക്കെ സർക്കാരിൽ നിന്നൊരു സഹായം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പണം കൊടുത്തിരുന്നത്. അത് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇവിടെ ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഓരോ മാസവും 3 ലക്ഷം വീതം എക്സാലോജിക്കിന്, 5 ലക്ഷം വീതം വീണ വിജയന് കൊടുക്കുകയാണ്. അത് ത്രൂ അക്കൗണ്ട് വഴി തന്നെ കൊടുക്കുകയാണ്. ഇതാണ് സഹായം കിട്ടുന്നതിന് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ബന്ധുത്വം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ കമ്പനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും ചെയ്തു എന്നുള്ളതാണ്. അത് വ്യക്തമായ ഒരു കാര്യമാണ്. അത് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം കണ്ടെത്തുന്നു, അതിനുശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തുന്നു, അതിന് പിന്നാലെ ഇപ്പോൾ SFIOയും കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുകയാണ്. പക്ഷേ ശ്രീ MK ഹരിദാസ്,